വേദമാതാ ജഗദംബ സരസ്വതിയോടൊപ്പമുള്ള സാകാരാനുഭവങ്ങളാണ്. ഇനി നമ്മള് ഭ്രാത രാജഋഷി ശുക്ലജി, അദ്ദേഹം ഒരു പത്രകാരൻ, ലേഖകനായിരുന്നു. ലഖ്നൌവിലാണ് താമസിച്ചിരുന്നത്. ഈശ്വരി വിശ്വവിദ്യാലയത്തിലെ അലൗകിക സാഹിത്യ കാര്യങ്ങളുടെ കുറിച്ചൊക്കെ യോഗദാനം വളരെയധികം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം 1956 കാര്യമാണ്. പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരി വിശ്വവിദ്യാലയത്തിന്റെ തൽക്കാലത്തേക്ക് കോട്ട ഹൗസില് ആയിരുന്നു കുറച്ചു നാള് മുഖ്യാലയം. അപ്പൊ ബാബയും അമ്മയുമായിട്ട് ആദ്യം ഞാൻ മിലനം ചെയ്തിരുന്നു ഏപ്രിൽ മാസം. ആ മിലനം ചെയ്യുന്നതിന്റെ ആദ്യ ദിവസം സാക്ഷാത്കാരത്തിൽ തന്നെ അങ്ങനെ കടന്നുപോയി. പക്ഷെ അടുത്ത ദിവസങ്ങളില് വിശേഷിച്ച അനുഭൂതികളായിരുന്നു. ഒരു ദിവസം ബാബയും അമ്മയും ടേബിളില്, അപ്പൊ ഞാനും അടുത്തിരിക്കുമ്പോ ടേബിളില് ചെയറിലിരിക്കുകയായിരുന്നു. ടേബിളിന്റെ അവിടെ ഞാനും അമ്മയുടെ ബാബയുടെ മുമ്പില് കസേരയിൽ ഇരിക്കുകയായിരുന്നു. ബാബ ലൗകിക രീതിയിൽ, ലൗകികത്തിലെ കാര്യങ്ങൾ സാധാരണ രീതിയിൽ ചോദിച്ചു, വീട്ടിലെ കാര്യങ്ങളൊക്കെ. ഇതില് അങ്ങനെ ചോദിച്ചപ്പോ തന്നെ ഒരു ഗുപ്ത തിളക്കം എനിക്ക് കിട്ടി. പ്രത്യക്ഷ രൂപത്തില് സ്ഥൂല നേത്രങ്ങൾ കൊണ്ട് നിരാകാരനായ ശിവബാബയെ വൃത്താകാരത്തില് മമ്മയുടെയും ബാബയുടെയും പുറകില് ഞാൻ കണ്ടു. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മയുടെയും ബാബയുടെയും പുറകില് വൃത്താകാരത്തില് ശിവബാബയുടെ തിളക്കം കണ്ടു. ആ ദിവസം മുതൽ തന്നെ എനിക്ക് ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും വന്നു. നിരാകാരനായ പരമാത്മാവ് ശിവൻ വിശ്വപരിവർത്തനവും വിശ്വമംഗളത്തിനും നിമിത്തമാക്കിയത് മമ്മയെയും ബാബയെയുമാണ് എന്നെനിക്ക് പൂർണ്ണ നിശ്ചയം. അലൗകിക അമ്മയോടൊപ്പം ലൗകിക അമ്മയും കൂടിയാണ് മമ്മ. അടുത്ത ഹെഡിങ്. ഒരു 8-9 വർഷത്തെ അല്പ അവധിയിൽ ഒരു കാലയളവില് മമ്മയുടെ വളരെ അടുത്ത് അനുഭവം ചെയ്യാനും സംസാരിക്കാനും വിചാര വിമർശനങ്ങൾ ചെയ്യാനും അനേകം സുഅവസരം ആത്മാവാകുന്ന എനിക്ക് പ്രാപ്തമായി. ഏറ്റവും വലിയ കാര്യം ഇതായിരുന്നു, മമ്മ ദിവസവുമുള്ള സംഭാഷണത്തില്, ജ്ഞാന ചർച്ചയില് എനിക്ക് ഈ ഫീലിംഗ് ഉണ്ടായി. അലൗകിക അമ്മയോടൊപ്പം എന്റെ ലൗകിക അമ്മയും കൂടിയാണ് മമ്മ. ജ്ഞാനം മനസ്സിലാക്കി തന്നിരുന്നു. കുടുംബ വ്യവഹാരത്തിലെ സംബന്ധികള് അതിന്റെ കുടുംബ രീതികളിലും ശിക്ഷണം തന്നിരുന്നു. വീട്ടിൽ എങ്ങനെ താമസിക്കണം, ലൗകിക കുട്ടികളെ എങ്ങനെ നോക്കണം, സംബന്ധികളോട് എങ്ങനെ വ്യവഹാരം ചെയ്യണം, ഇതെല്ലാ ശിക്ഷണങ്ങളും അമ്മയിൽ നിന്ന് കിട്ടി. കുടുംബത്തിലായിരുന്നല്ലോ, അപ്പൊ അതെല്ലാം എങ്ങനെ ചെയ്യണം എന്നുള്ള ശിക്ഷണവും അമ്മയിൽ നിന്ന് കിട്ടി. അമ്മയുടെ നിരഹങ്കാരിത്വം, വിനയം, അത് വളരെ ഗംഭീരമായി. എന്റെ ഒരു ഉദാഹരണം പറയാണ്. ഒരു പ്രാവശ്യം ലഖ്നൗ സേവാ കേന്ദ്രത്തില് മമ്മ താമസിക്കാനുണ്ടായിരുന്നു. അവിടെ ഒരു ലെറ്റർ വന്നു. അതായത് മമ്മ ടേപ്പ് റെക്കോർഡറിൽ കുറച്ച് മഹാവാക്യങ്ങൾ പറയണം. അപ്പൊ കുറച്ചു നേരം മമ്മ ഇങ്ങനെ ചിന്താമഗ്നയായിട്ടിരുന്നു. എന്നിട്ട് ബാബയുടെ ഒരു മുരളി സൂക്ഷിച്ചു മേടിച്ചു. ആ മുരളിയിലെ കുറച്ച് മഹാവാക്യങ്ങള് അതേപോലെ അതേപോലെ മമ്മ അത് പറഞ്ഞു. ഒരു ശബ്ദം പോലും തന്റെ ഭാഗത്ത് നിന്ന് യോജിപ്പിച്ചില്ല, അതിൽ ചേർത്തില്ല. മമ്മയുടെ നിരഹങ്കാരിത്വം, ബാബയുടെ മഹാവാക്യങ്ങളിലുള്ള അഗാധമായ പ്രേമം, നിശ്ചയം അതിൽ നമുക്ക് കാണാമായിരുന്നു. അത്രയും ബാബയിൽ നിശ്ചയം. ബാബയുടെ മഹാവാക്യമാണ്, അതാണ് പറഞ്ഞത്. അതിൽ സേവാ കേന്ദ്രത്തില് പല പ്രാവശ്യം അമ്മയോടൊപ്പം എനിക്ക് ഇടപഴകാനുള്ള അവസരം കിട്ടി. ഇദ്ദേഹം കുടുംബത്തിലായിരുന്നല്ലോ, അപ്പൊ അവസരവും കിട്ടി. ഞാൻ കണ്ടിട്ടുണ്ട് മാതേശ്വരിജി രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് ബാബയുടെ വന്നിട്ടുള്ള പോസ്റ്റ്, അതായത് മഹാവാക്യം പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ച് പഠിച്ചു. അതിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഇനി അസീം വിനമ്രത. ഒരു പ്രാവശ്യം മാതേശ്വരിജിയുടെ വിനയത്തിന്റെ പരിധി എന്ന് വെച്ചാൽ ആ അളവ് ഞാൻ കണ്ടു. മമ്മയെ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു
കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പത്രകാരൻ, മീഡിയയിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹം അവിടുത്തെ പത്രത്തിന്റെ ഒരു അധികാര പോസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തിയായിരുന്നു. വളരെ മാതൃഭക്തയുമായിരുന്നു. അപ്പൊ ഡെയിലി ഉള്ള ക്ലാസ്സില് അദ്ദേഹത്തെ കാണാൻ വേണ്ടി, അദ്ദേഹത്തെ മമ്മയുമായിട്ട് മീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. അപ്പൊ മമ്മ ഗദ്ദിയിൽ ഇരിക്കുകയായിരുന്നു. മമ്മ ആ മാനേജറെ, അദ്ദേഹത്തെയും ഗദ്ദിയിൽ തന്റെ തൊട്ടടുത്ത് ഇരുത്തി. ഞങ്ങള് സ്തംഭിച്ചു പോയി. ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിന്നു പോയി. അദ്ദേഹത്തിന് മനസ്സിലായില്ല ഇതെന്താ മമ്മ ചെയ്യുന്നതെന്നുള്ളത്. അതായത് അവരമ്മയുടെ ആദേശമല്ലേ കുട്ടി ഇവിടെ ഇരിക്കൂ. ഗദ്ദിയില് വലിയ ഗദ്ദിയാണല്ലോ അന്നത്തെ. അപ്പൊ അതില് എന്നാലും ആ സ്ഥാനത്ത് ഇരുത്തി എന്ന് പറയാം. ഒരമ്മ പറയണ കുട്ടി ഇവിടെ ഇരിക്കൂ എന്ന് പറയുമ്പം എങ്ങനെ വയ്യാന്ന് പറയും. അനുഭവം ഇതാണ്, മാതാപിതാവ് ഏത് രീതിയിലാണ് തന്റെ മക്കളെ നയനങ്ങളിൽ ഇരുത്തി, കൺപീലികളിൽ ഇരുത്തി കൊണ്ടുപോകുന്നത്, എത്ര സ്നേഹമാണ് തരുന്നത്, എത്ര റെസ്പെക്റ്റ് ആണ് കൊടുക്കുന്നത്. ശരിക്കും ഞാൻ അനുഭവിച്ച എത്ര വിനയമാണ്. ഒരു ദിവസം രാവിലത്തെ ക്ലാസ്സില് ഒരു ഉന്മേഷ് എന്ന് പറഞ്ഞൊരു അദ്ദേഹം എഴുതുകയും കൂടി ചെയ്യുമായിരുന്നു. അപ്പൊ അതില് മമ്മയോടുള്ള ഒരു ആദരവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ടൊരു സ്വരത്തിൽ ആ ഒരു പാട്ട് പാടുകയായിരുന്നു. പെട്ടെന്ന് മമ്മ എന്നോട് നിർത്താൻ പറഞ്ഞിട്ട് പറഞ്ഞു, മുകളിലേക്ക് വിരല് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ അമ്മയല്ല ആ അമ്മ, അമ്മമാരുടെയും അമ്മ, പരമാത്മാ മാതാ, സ്വയം പരംപിത പരമാത്മാ നിരാകാരാണ് നമ്മുടെ എല്ലാം അമ്മ. നോക്കൂ എത്ര മാത്രം ആ പരമാത്മാവിൽ നിശ്ചയമുണ്ട് അമ്മയ്ക്ക്. അമ്മ അപ്പോഴും, അതായത് നമ്മുടെ എല്ലാം സ്നേഹം എവിടേക്കാണ് യോജിപ്പിച്ചു തന്നത്? ശിവപിത, ശിവബാബ, ബാബ അമ്മയും അച്ഛനും ആണല്ലോ. ആ സൂചന കൊടുത്തു പറയും. കൽപ്പത്തിന് പൂർവം ഉള്ള ജ്ഞാന കലശം ധാരണ ചെയ്ത സരസ്വതി മാ ആണ്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ സരസ്വതി ദേവി എന്ന് പറയുമ്പോ അത്രയും ജ്ഞാനത്തിന്റെ ദേവിയാണല്ലോ. അപ്പൊ അമ്മയിൽ എത്രമാത്രം ജ്ഞാനത്തിന്റെ ഉറച്ച നിശ്ചയമുണ്ട് എന്നുള്ളത് 2-3 അനുഭവങ്ങളിലൂടെ അദ്ദേഹം പറയുകയാണ്. അതായത് മമ്മയുടെ ആ വാക്കുകൾ അതേപോലെ എടുത്തു പറയുകയാണ്. സത്യം എന്താണ്, കൽപ്പന എന്താണെന്നെ കുറിച്ച് മമ്മ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ചില ആളുകൾ പറയാറുണ്ട് ബ്രഹ്മകുമാരിമാരുടെ ജ്ഞാനം ഇവരുടെ പിതാശ്രീയുടെയും ഒരു കൽപ്പനയാണ്, അവര് പറഞ്ഞുണ്ടാക്കുന്നതാണ്. പക്ഷെ ഈ കാര്യങ്ങളെയും ഈ മാന്യതകളെയും അവരവരുടെ രീതിയിൽ ഇഷ്ടപ്പെട്ട് അതനുസരിച്ച് ജീവിക്കുന്നു. പക്ഷെ അതിന്റെ സത്യമായ സ്ഥിതി എന്താണെന്ന് മമ്മ പറയാണ്. നോക്കൂ, ഈ ലോകരുടെ മാന്യത അനുസരിച്ച് നടന്നിട്ടാണ്. അതായത് ഇവര് പറയുന്നത് ഈശ്വരൻ സർവ്വവ്യാപിയാണ്, അല്ലെങ്കിൽ ഇത് ഇവരുടെ കുറെ കൽപ്പനയാണ്. ആത്മാവിനെ കുറിച്ചാണെങ്കിലും ബാബയെ കുറിച്ചും ഒക്കെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ബ്രഹ്മകുമാരീസിന്റെ കൽപ്പനയാണ് എന്ന് പറയുമല്ലോ. അപ്പൊ മമ്മ പറയാണ്, ആ ലോകരുടെ മാന്യതകൾക്കനുസരിച്ച് നടന്ന് ഭാരതം പല കണക്കിന്, ആയിരക്കണക്കിന് വർഷം കൊണ്ട് നോക്കൂ ഇത്രയും പതനത്തിലേക്ക് വന്നു. വർത്തമാന സമയത്ത് വീണ്ടും ഭാരതം താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇതിന് വിപരീതമായി പിതാശ്രീയുടെ മുഖത്തിലൂടെ ശിവ പരമാത്മാവ് പറഞ്ഞിട്ടുള്ള സത്യമായ ചരിത്രം ജ്ഞാനം കേട്ട് ഭാരതവും നമ്മുടെ ചരിത്രവും നമ്മുടെ കർമ്മവും ഉയരുകയാണ്, ശ്രേഷ്ഠമാകുകയാണ്. നമ്മളും ഉയരുന്ന കലയിലേക്ക് വന്നു. സ്പഷ്ടമായ കാര്യം ഇതാണ്, ജീവിതം നല്ലതാകുന്നു, ചരിത്രം ഉയരുന്നു എന്ന് വെച്ചർത്ഥം ആ ജ്ഞാനം സത്യമാണ്. അതിലൂടെ ഉയർച്ച മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതിലൂടെ നമ്മൾ ഉയരുന്നതിലൂടെ ഭാരതവും ഉയരുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ പറയുന്നവരോട് മമ്മ എത്രമാത്രം ഉറപ്പിച്ച ജ്ഞാനമാണ് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത്. അതുപോലെ ചിലര് പറയും മാർഗം ഇതൊന്നു മാത്രമൊന്നുമല്ല. അതായത് അനേകര് പറയുന്നതാണ് പരമാത്മാവിന്റെ പ്രാപ്തിക്ക് അനേക മാർഗങ്ങളുണ്ട് എന്ന് പറയുന്നതിനെ പറ്റി മമ്മ പറയാണ്. അതായത് അവര് പറയുന്ന ഏതെങ്കിലും ഒക്കെ വഴിയിൽ കൂടെ ചെന്നാൽ പർവ്വതത്തിന്റെ മുകളിൽ എത്താമല്ലോ. അതായത് ഇവിടെ ബ്രഹ്മകുമാരീസിൽ തന്നെ വരണമെന്നുണ്ടോ? പരമാത്മാവിന്റെ അടുത്തേക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എത്താമല്ലോ എന്നാണ് പറയാറുള്ളത്. ഇതൊരു ചോദ്യമാണ്. അതിന്റെ ഉത്തരം എന്തായിരിക്കും?
ഇത് വാസ്തവത്തില് ശരിയായ ഉത്തരമല്ല, ശരിയായ കാര്യമല്ല. ഏത് വഴി കൂടെ ചെന്നാൽ ഈശ്വരന്റെ അടുത്ത് എത്താൻ പറ്റില്ല. കാരണം പരമാത്മാവ് ഒന്നേ ഉള്ളൂ. ഈ സംഗമ സമയത്ത് പ്രജാപിത ബ്രഹ്മാവിന്റെ സാകാര ശരീരത്തിലൂടെ നമ്മൾ മനുഷ്യാത്മാക്കൾക്ക് അവ്യക്ത അതുപോലെ ആത്മിക സ്വരൂപത്തിലൂടെ മാത്രമേ പ്രാപ്തമാവുകയുള്ളൂ. അതും കലിയുഗത്തെ സത്യയുഗത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നതാണ് ഈ ജ്ഞാനമാർഗം. അത്രയും ഉറപ്പിച്ച് പറയുമായിരുന്നു. അതായത് പരമാത്മാവിനെ കിട്ടാൻ ഏതെങ്കിലും വഴി പറ്റില്ല. സംഗമയുഗത്തിലെ പരമാത്മാവ് വന്ന് ബ്രഹ്മാവിലൂടെ നമുക്ക് അറിവ് തരികയുള്ളൂ. അതുകൊണ്ട് ഈ സത്യമായ ജ്ഞാനത്തിൽ കൂടി മാത്രമേ ഈശ്വരനെ അനുഭവിക്കാൻ പറ്റുള്ളൂ. പിന്നെ ചില ആളുകൾ പറയുമായിരുന്നു, ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനം സത്യയുഗത്തിന്റെ സ്ഥാപനയും സ്വർണിമ യുഗത്തിന്റെ ശീഘ്രമായ വരവിനെ കുറിച്ചുമാണല്ലോ പറയുന്നത്. അത് ശരിയല്ല. കാരണം കലിയുഗം ഇപ്പൊ കൊച്ചുകുട്ടിയാണ്, ഈ കുറെ വർഷങ്ങളുണ്ട് എന്ന് പറയുമല്ലോ. അതിനെ കുറിച്ച് അമ്മ പറയുകയാണ്, വർത്തമാന സമയം തന്നെ നോക്കൂ, ധർമ്മത്തിന്റെ അതിഗ്ലാനി സംഭവിച്ചു. ഇനി ഇതിലും ഒരു സമയം വരാനുണ്ടോ അതിഗ്ലാനിക്ക്? ഇന്നേക്ക് 25-30 വർഷം മുമ്പ് വരാനിരിക്കുന്ന വിനാശത്തിന്റെ കാര്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോ, ബാബ പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവര് പറയുമായിരുന്നു, എന്താ ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ പറയുന്നതെന്ന്. നോക്കൂ, കാരണം ഇത്രയും വലിയ വിനാശം ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ആറ്റം ബോംബ്, ഹൈഡ്രജൻ ബോംബൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി വിനാശത്തിന്റെ ജ്വാല തുടങ്ങി എന്നുള്ളത്. വിനാശത്തിന്റെ ജ്വാല വരുന്നു എന്നുള്ളത് ഇപ്പൊ എല്ലാരും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ തുടങ്ങി. സത്യയുഗത്തിന്റെ സ്ഥാപന നടക്കും എന്നുള്ളതും തീവ്രഗതിയിൽ തന്നെ എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങും. ലോകരിത് അംഗീകരിക്കും. കലിയുഗം കൊച്ചുകുട്ടിയല്ല, കലിയുഗം അതിന്റെ വൃദ്ധാവസ്ഥയിൽ എത്തി, ഇതവർ അംഗീകരിക്കും. മമ്മ അത്രയും ഉറച്ച സ്വരത്തിലെ ഉറച്ച വാക്കുകളിലൂടെയാണ് മനസ്സിലാക്കി കൊടുത്തിരുന്നത്. ഇപ്രകാരം മമ്മ വാക് ദേവി തന്നെയാണ്, സരസ്വതി ദേവി തന്നെയാണ്. അദ്ദേഹം പറയാൻ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഇനി ബ്രഹ്മകുമാർ ഭ്രാത മഹേന്ദ്രജി തന്റെ അനുഭവം ഇപ്രകാരം പറയുകയാണ്. ഭോപ്പാലിലാണ് അദ്ദേഹം സേവനം ചെയ്തിരുന്നത്. അദ്ദേഹം തന്റെ അനുഭവം പറയാണ്, ലോകത്തിൽ അനേകം മഹാൻ വിഭൂതികള്, വലിയ വലിയ ആളുകൾ ജന്മം എടുത്തിട്ടുണ്ട്, അലൗകിക കർത്തവ്യം ചെയ്തു പോയിട്ടുണ്ട്. അവരുടെ സ്മൃതികള് മറ്റുള്ളവരുടെ ഹൃദയത്തിലും വളരെയധികം മുദ്രയടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അനുപമമായ, വളരെ സ്നേഹം നിറഞ്ഞ മുദ്രയടിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാക്കി തന്ന വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട മധുരമായ ജഗദംബയുടേത്. അമ്മയുടെ കർത്തവ്യങ്ങള് മറക്കാൻ നോക്കിയാലും മറക്കാൻ പറ്റില്ല. ഏകാന്തയിൽ ഇരിക്കുമ്പം അമ്മയുടെ ആ ശിക്ഷണങ്ങൾ നിറഞ്ഞ താരാട്ട് ഓർമ്മ വരും. എത്ര കഠിനമായ പരിശ്രമം ചെയ്തു, എത്ര ആത്മാക്കളുടെ ജീവിതത്തെ ഉയർത്താൻ അമ്മ എത്രമാത്രം നിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോയി, അത് ഞങ്ങൾ അനുഭവം ചെയ്തു. മമ്മയുടെ പ്രവചനം കേൾക്കാനുള്ള അവസരം എനിക്ക് കുറേയധികം കിട്ടി, മമ്മയുടെ ക്ലാസ്സുകൾ. അങ്ങനെയായിരുന്നു. ശരിക്കും ഒരു സരസ്വതി ജ്ഞാന വീണ ഉച്ചരിക്കുന്ന എങ്ങനെയാണ്, അത് പ്രാക്ടിക്കലി അനുഭവം ചെയ്തു. കാരണം മമ്മ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് ആഴത്തിലേക്ക് പോയി അത് കേൾപ്പിക്കുമായിരുന്നു, മനനം ചെയ്ത് കുട്ടികളെ കേൾപ്പിക്കുമായിരുന്നു. പ്രിയപ്പെട്ട മമ്മയുടെ ഓരോ ശബ്ദങ്ങളും ഹൃദയത്തിൽ അങ്ങനെ തറച്ചു കയറുമായിരുന്നു. അതായത് അത് കേട്ട അനേകം പേര് ബാബയിൽ ജീവിതം സമർപ്പിക്കുമായിരുന്നു. ഒരു പക്ഷെ ആ സമയത്ത് ആയിരക്കണക്കിന് കഠിനതകളെ നേരിടേണ്ടി വന്നു. പക്ഷെ മമ്മയുടെ വാക്കുകള്, മമ്മയുടെ ഓരോ ശബ്ദങ്ങളും ആ പ്രശ്നങ്ങളെയൊക്കെ വളരെ സരളമാക്കി തന്നു. മമ്മയുടെ വിശേഷത ഇതാണ്, മമ്മ ചെറിയവരാണെങ്കിലും ആരാണെങ്കിലും ജി ആദരവോടു കൂടിയേ സംസാരിക്കുമായിരുന്നുള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം മമ്മയോട് ഈ ചോദ്യം ചോദിച്ചു, ഇത്രയും ഉയർച്ചയിൽ എത്താനായിട്ട് എന്തെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നത് എന്ന് മമ്മയോട് ചോദിച്ചു. മമ്മ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിലൊന്നിതാണ്, മമ്മ പറയാണ്, എനിക്ക് നിശ്ചയം ശിവ് ബാബയിലും ബ്രഹ്മ ബാബയിലും സദാ ഉറച്ചതായിരുന്നു, സുദൃഢമായിരുന്നു, ഇളകാത്തതായിരുന്നു. ഞാൻ ബാബയുടെ ആജ്ഞാകാരി, വിശ്വസ്തനായിട്ട് തന്നെ ഇരുന്നു. എപ്പോഴും ഹാൻജി, ബാബ എന്ത് പറഞ്ഞാലും ശരി ബാബ, ശരി ബാബ എന്നുള്ള പാഠം ദൃഢമാക്കി
ബാബ എന്തു പറഞ്ഞോ അതെനിക്ക് ചെയ്യുക തന്നെ വേണം. അത് എന്ത് വന്നാലും എനിക്കത് ചെയ്യുക തന്നെ വേണം. ഇതിൽ ഞാൻ ഉറച്ചിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഞാൻ ഒരിക്കലും ബാബയുടെ മുരളി മിസ് ചെയ്തിട്ടില്ല. എത്ര തിരക്കായിക്കോട്ടെ സമയം കണ്ടെത്തി ഞാൻ തീർച്ചയായിട്ടും ബാബയുടെ മുരളി പഠിച്ചിരുന്നു, അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. മൂന്നാമത്തെ, ഞാൻ ഏത് പരിതസ്ഥിതിയിലും ഇതുവരെ കരഞ്ഞിട്ടില്ല. ഒരുപക്ഷെ യജ്ഞത്തില് ഭാവ സ്വഭാവം സംസ്കാരം വിഘ്നങ്ങളുടെ അനേക കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും ചെറിയ പ്രായത്തില്, ബാക്കി എത്രയോ പേര് മുതിർന്നവരും പ്രായം കൊണ്ടും പഠിപ്പ് കൊണ്ടും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ചെറിയ കന്യകയെ ശിവബാബ ബ്രഹ്മബാബ മുന്നിൽ വെക്കണമെങ്കിൽ എത്ര പേര് ഈർഷ്യ കാണിച്ചിട്ടുണ്ടാവും, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, എന്തൊക്കെ സ്വഭാവ സംസ്കാരങ്ങളുടെ ഒരു രസൽ വന്നിട്ടുണ്ടാവും. ഇത് വിചാരിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും വിഘ്നങ്ങൾ എന്റെ മുന്നിൽ വന്നു. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് പോലും കണ്ണുകളിലൂടെയോ ഒരിക്കലും കരഞ്ഞിട്ടില്ല. കാരണം കരയുന്നതിലൂടെ സഹനശക്തി കുറയും, നഷ്ടമാകും. പോയിന്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. കരയുന്നതിലൂടെ നമ്മുടെ സഹനശക്തി കുറയുന്നു, നഷ്ടമാകുന്നു. ഈ 3 കാര്യത്തിലാണ് മമ്മ പറയാൻ ഞാൻ ശ്രദ്ധിച്ചത്. ഒന്ന്, ശിവബാബയിലും ബ്രഹ്മബാബയിലും ഉറച്ച നിശ്ചയം. പിന്നെ ബാബയുടെ മഹാവാക്യം ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. മൂന്നാമത്തെ, മമ്മ ഏത് പരിതസ്ഥിതിയിലും കരഞ്ഞിട്ടില്ല. മാതേശ്വരിജി പല സേവാ കേന്ദ്രങ്ങളിലും പ്രഭാഷണം ചെയ്യാൻ പോയിരുന്നു. എന്തെല്ലാം വസ്തുക്കള് മമ്മയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നു, അതൊന്നും തന്റെ പേഴ്സണലായിട്ട് ഉപയോഗിച്ചിരുന്നില്ല, യജ്ഞത്തിൽ അർപ്പിക്കുകയാണ് ചെയ്തത്. മമ്മയുടെ സ്വഭാവം, മമ്മയുടെ ഗുണം നോക്കുകയാണെങ്കിൽ സാഗരം പോലെയായിരുന്നു. എപ്പോഴെങ്കിലും ഏതെങ്കിലും തെറ്റോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കാര്യം മമ്മയുടെ മുന്നിൽ വന്നാൽ മമ്മ അത് സാഗരം പോലെ അതിനെ ഉൾക്കൊള്ളുമായിരുന്നു. ഏതെങ്കിലും കുട്ടി മമ്മയുടെ അടുത്ത് ഏതെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് വന്നാൽ മമ്മ അവർക്കും മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. ഒരിക്കലും ഈ കാര്യം വേറൊരാളോട് ആവർത്തിച്ച് പറയുമായിരുന്നില്ല. സ്നേഹത്തോടുകൂടി മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ അവർക്ക് തന്നെ ഫീൽ ചെയ്യും എന്റെ അമ്മയാണ്. അപ്പൊ മമ്മ പറയും, നോക്കൂ, സ്നേഹത്തോടുകൂടി മനസ്സിലാക്കി കൊടുത്തിട്ടും മനസ്സിലാക്കുന്നില്ല എങ്കിലും മമ്മ പറയും, ഞാൻ നിന്റെ അമ്മയുമാണ്, ഓർമ്മ വെച്ചോളൂ, ഞാൻ കാളി മാതാവും കൂടിയാണ്. ഗംഭീരതയുണ്ടായിരുന്നു, സ്നേഹത്തിന്റെ മൂർത്തിയും. വാസ്തവത്തില് മാതേശ്വരിജിയുടെ ഈ 3 രൂപം ഞാൻ കണ്ടിട്ടുണ്ട്. സരസ്വതിയുടെ രൂപത്തില് വിദ്യാദേവി, ജ്ഞാനധനം വീതിച്ചു കൊടുക്കുന്ന ലക്ഷ്മി, ആസുരീയ ഭാവനകളെ സംഹരിക്കുന്ന ദുർഗ. ഈ രഹസ്യം ഭക്തർക്കറിയില്ല. ജഗദംബ ഭൂമിയിൽ വന്നു മഹിമകളി പാടുന്നത് മുഴുവൻ പ്രാക്ടിക്കലി ചെയ്തു പോയി. ഭക്തരിപ്പോഴും പൂജിച്ചും ഗുണഗാനങ്ങൾ പാടിയും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇനി ഭ്രാത ഓം പ്രകാശ് ജി തന്റെ അനുഭവം പറയുകയാണ്. 1957 അനുഭവമാണ്. കൗസല്യ എന്നു പേരുള്ള ഒരു സഹോദരി ദിവസവും കമലാനഗർ സേവാ കേന്ദ്രത്തിൽ വന്നിരുന്നു. അവർക്ക് ജ്ഞാനയോഗത്തോട് വളരെ താല്പര്യമായിരുന്നു. അവര് പവിത്രമായ ജീവിതവും ജീവിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പതി ഈ പവിത്രതയുടെ കാര്യത്തിൽ വളരെയധികം ലഡായി ജഗട, വഴക്കും പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ശരിക്കും ഇത്രയും വരെ നടന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ പത്നിയെ വളരെയധികം പീഡിപ്പിച്ചു, തല്ലി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി മമ്മ വന്നിട്ടുണ്ട്. അപ്പൊ സ്വയം മമ്മയെ കാണാൻ വേണ്ടി വന്നു. മമ്മയുടെ മുന്നില് വളരെ ദേഷ്യത്തോടുകൂടി വന്ന് തന്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുകയായിരുന്നു. മമ്മ വളരെ ശാന്തതയോടുകൂടി അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കേട്ടിരുന്നു. അദ്ദേഹത്തിന് ശാന്തിയുടെ ദാനം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ് പൂർത്തിയായപ്പം മമ്മ അദ്ദേഹത്തെ ബച്ചേ ബച്ചേ എന്ന് പറഞ്ഞ് സ്നേഹത്തോടുകൂടി സംസാരിച്ചു. മോനെ, കുട്ടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒന്ന് തീർത്തും ശാന്തമായി, വളരെ ശാന്തമായിട്ട് എഴുന്നേറ്റ് പോയി. ബാബയുടെ മുരളി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആണ് അല്ലെ. സാമാന്യ വ്യക്തികൾക്കും ജിജ്ഞാസുക്കൾക്കും പുതിയവർക്കും ഒന്നും മനസ്സിലാവില്ല. മുരളി പുതിയൊരാൾക്ക് കേട്ടാൽ മനസ്സിലാവില്ലല്ലോ. ഗുഹ്യമായ രഹസ്യങ്ങൾ അടങ്ങിയതാണ്. ഞങ്ങൾ ഡൽഹിയിലും കണ്ടിട്ടുണ്ട്. മമ്മ രാത്രി ബാബയുടെ മുരളി ടേപ്പ് വഴി കേട്ട് വെച്ചാൽ ബാബയുടെ അതേ ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ വേണ്ടി ടേപ്പ് റെക്കോർഡ് ചെയ്യുമായിരുന്നു.
മമ്മ ഇരുന്ന് കേട്ട്, എന്നിട്ട് മമ്മ സേവനത്തിന് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ബാബയുടെ മുരളിയൊക്കെ ഇരുന്ന് ടേപ്പിലൂടെ കേൾക്കുമായിരുന്നു. എന്നിട്ട് ചിന്തിച്ച് മഥനം ചെയ്ത് സ്വയം തന്റെ ഉള്ളിൽ നിറച്ച് പിന്നെ അത് സരളമാക്കിയിട്ടാണ് കുട്ടികളെ കേൾപ്പിച്ചിരുന്നത്. മമ്മ മനസ്സിലാക്കി തരുന്നത് യജ്ഞവത്സർക്ക് മാത്രമല്ല പുറത്തുള്ളവർക്കും ആർക്കും വളരെ സരളമായിട്ട് സഹജമായിട്ട് മനസ്സിലാകുമായിരുന്നു. ഇപ്രകാരം മമ്മയുടെ വാണി സരളവും സഹജവുമായിരുന്നു. ഭാരതത്തിലെ സർവോच्च ന്യായാലയത്തിലെ മുഖ്യ ന്യായാധീശ്, അതായത് മുഖ്യ ജസ്റ്റിസ് VP സിൻഹാജി അദ്ദേഹം മമ്മയെ കാണാൻ വന്നിരുന്നു. മമ്മ എപ്പോഴും അമ്മയായിട്ടാണ് ഇരുന്നിരുന്നത്. ഓരോരുത്തരുടെ കാര്യവും നല്ല രീതിയിൽ കേട്ട് അതിന് പരിഹാരം പറഞ്ഞു കൊടുത്തു. മമ്മയെ കണ്ട് അദ്ദേഹത്തിന് അലൗകിക അമ്മയുടെ മമത അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന്റെ അനുഭവത്തില് ഇത് വ്യക്തമാക്കി, മമ്മ എന്റെ ആത്മീയ അമ്മയാണ്, ദേവിയാണ്, ശക്തിയാണ്. മമ്മയുടെ മുന്നില് ഒരിക്കലും വാദവിവാദം ചെയ്തിട്ടില്ല. വളരെ സ്നേഹത്തോടുകൂടി മിലനം ചെയ്തു, മമ്മയുടെ കാര്യങ്ങൾ കേട്ടു, വളരെ ആനന്ദത്തോടുകൂടി അനുഭവം ചെയ്തു. മമ്മാസെ കൊയ് ബി ബാഹർ വാലേ മിൽത്തേതെ, പുറമെയുള്ളവരെ ആര് തന്നെ മമ്മയെ കണ്ടാലും വളരെ നല്ല പ്രഭാവമായിട്ടാണ് തിരിച്ചു പോയിരുന്നത്. മമ്മയെ കണ്ട് ഒരു ഭ്രമമോ ഒരു ശങ്കയോ ആർക്കും ബാബയിലോ ജ്ഞാനത്തിലോ ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും കാണുമ്പോ, മമ്മയെ കാണുമ്പോ ആത്മീയ സ്നേഹത്തിന്റെ അനുഭൂതി ചെയ്തിരുന്നു. ഇനി മമ്മ തന്റെ സ്വപുരുഷാർത്ഥത്തിൽ എത്രമാത്രം ദൃഢമായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് അനുഭവം. ഞങ്ങൾ ആദ്യമായിട്ട് മധുമല്ല് വന്നപ്പം ആ സമയത്ത് ഈ പാത്രമൊക്കെ ഉണ്ടല്ലോ, നമ്മള് തന്നെയാ കഴിഞ്ഞിരുന്നത്. ഇപ്പൊ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മള് ചെല്ലുമ്പോ ഒക്കെ ഒരു 97-98 കഴിഞ്ഞ് 2000 അടുത്തപ്പോഴേക്കും പിന്നെ പാത്രങ്ങളൊന്നും നമ്മൾ കഴുകണ്ടായിരുന്നു, അവിടെ കൊണ്ടിട്ടാ മതിയായിരുന്നു. അപ്പൊ ഞങ്ങളായിരുന്നു അന്ന് അതൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ ഞങ്ങളെ മമ്മ പിടിച്ചിരുത്തി അതും പഠിപ്പിച്ചു, പപ്പടം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അത് കഠിനമുള്ള ജോലിയാണല്ലോ, പപ്പടത്തിന് കുഴച്ച് പരത്തുക എന്നൊക്കെ പറഞ്ഞ. മമ്മ അതെല്ലാം പഠിപ്പിച്ചു. മാത്രമല്ല ടൂറിനൊക്കെ പോകും, മമ്മയുടെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. ഡൽഹിയിലും കാറിലൊക്കെ മമ്മയോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ മമ്മ കാറിൽ അവിടെ പോകുമ്പം ഞാൻ സൈക്കിളില് യാത്ര ചെയ്ത് മമ്മയുടെ ഒപ്പം എത്തുമായിരുന്നു. എന്നിട്ട് മമ്മ ചോദിക്കും, ഓ കുട്ടി ഇപ്പൊ തന്നെ അവിടുന്ന് ഇറങ്ങി, കൂടെ ഇറങ്ങിയിട്ട് ഈ സൈക്കിള് ചവിട്ടി ഞങ്ങളുടെ കൂടെ എത്തിയോ? ഇപ്രകാരം മമ്മയുടെ വളരെ അടുത്തിരിക്കാനും വളരെ അടുത്ത് അനുഭവം ചെയ്യാനുള്ള അവസരം കിട്ടി. മമ്മ മുരളി വളരെ സ്പഷ്ടമായി കേൾപ്പിച്ചിരുന്നു. വ്യക്തിഗതമായ ജീവിതത്തിൽ ഞാൻ മമ്മയെ അനുഭവം ചെയ്തിട്ടുണ്ട്. മമ്മയുടെ കൂടെ സേവനത്തിന് അവിടെ ഇവിടെയും പോയിട്ടും മമ്മയെ അനുഭവം ചെയ്തിട്ടുണ്ട്. മമ്മ ബഹിർമുഖതയിലേക്ക് അധികം വന്നിരുന്നില്ല. ഇവിടുത്തെയും കാര്യങ്ങള്, അതായത് ജ്ഞാനം, യോഗം, ധാരണ, പുരുഷാർത്ഥമല്ലാതെ മറ്റൊരു കാര്യങ്ങളും മമ്മ കേട്ടിരുന്നില്ല, താല്പര്യം വെച്ചിരുന്നില്ല. മുരളിയുടെ പോയിന്റിനെ കുറിച്ചായിരുന്നു മമ്മ കൂടുതലും ചിന്തിച്ചിരുന്നത്. ബാബ അല്ലെങ്കിൽ മമ്മ ആർക്ക് കത്തെഴുതുമ്പോഴും അതിൽ ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ആവശ്യമില്ലാത്ത പോയിന്റുകളൊന്നും അതിൽ എഴുതിയിരുന്നില്ല. ഇതെല്ലാം മമ്മയുടെ ബാബയിലുള്ള നിശ്ചയത്തെ കാണിക്കുകയാണ്. ബാക്കി നമുക്ക് മമ്മയെ കുറിച്ചുള്ളത് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഓം ശാന്തി. कम लंबी मंजिल तुम्हें तेज कदम चलना होगा, हे परम तपस्या के पथिकों तुम्हें नूतन पथ रचना होगा। वक्त है कम
ഓം ശാന്തി. ഞാൻ ആത്മാവ് നെറ്റിത്തടത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യ ശക്തിയാണ്. ദിവ്യ പ്രകാശ ബിന്ദുവാണ് ഞാൻ. വജ്രത്തെ പോലെ ഞാൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരത്തിൽ ഭ്രൂമധ്യത്തിൽ ഭൃകുടിയാകുന്ന അകാല സിംഹാസനത്തിൽ ഞാൻ ആത്മാവാകുന്ന രാജാവ് വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പഞ്ചതത്വങ്ങളുടെ ശരീരത്തെ നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് തികച്ചും വിഭിന്നമാണ്. വേറിട്ട ഒരു ദിവ്യ പ്രകാശമാണ് ഞാൻ. ഞാൻ ആത്മാവാകുന്ന ജ്യോതിർബിന്ദു ഇപ്പോൾ ഈ വിനാശി ശരീരത്തിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് കടക്കുകയാണ്. ഞാൻ ആത്മാവ് അവിനാശിയാണ്. ഭാരരഹിതമാണ്. ദിവ്യപ്രകാശമായ ഞാൻ ഇപ്പോൾ വളരെ സഹജമായി മുകളിലേക്ക് പറക്കുന്നു. ഉയർന്നുയർന്ന് ആകാശതത്വവും മറികടന്ന് സൂക്ഷ്മവദനവും കടന്ന് ഞാൻ എൻ്റെ സ്വദേശമായ ശാന്തിയുടെ ദേശത്തിലെത്തിയിരിക്കുകയാണ്. ആത്മാവാകുന്ന എൻ്റെ സ്വന്തം വീട് ആത്മാവാകുന്ന എൻ്റെ വിശ്രമസ്ഥാനം ഞാൻ ആത്മാവിവിടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം ചെയ്യുകയാണ്. ബന്ധനങ്ങളൊന്നും തന്നെ എനിക്കിവിടെയില്ല. ഞാൻ ആത്മാവാകുന്ന പ്രകാശം പ്രകാശത്തിൻ്റെ വീട്ടിൽ പവിത്രതയുടെയും ശാന്തിയുടെയും അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. നാലു ഭാഗത്തു നിന്നും വരുന്ന ശാന്തിയുടെ പ്രകാശകിരണങ്ങൾ ആത്മപ്രകാശമായ എൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്.
ഗഹനമായ ശാന്തിയുടെ അനുഭവത്തിലാണ് ഞാൻ. ശാന്തി കൊണ്ട് സമ്പന്നമായ ഞാൻ ഇപ്പോൾ ശാന്തി നക്ഷത്രമാണ്. ഞാനിതാ ശാന്തി സാഗരമായ ശിവബാബയുടെ സമീപത്തേക്ക് കുതിക്കുകയാണ്. ശാന്തി സാഗരമായ പരം ജ്യോതിയായ ശിവബാബയുടെ വളരെ സമീപത്ത് ഞാൻ എത്തിയിരിക്കുന്നു. അനുഭവം ചെയ്യൂ ശിവബാബയുടെ സാമീപ്യത്തെ. ബാബയുമായുള്ള മിലനത്തെ. ബാബയിൽ നിന്ന് വരുന്ന അളവറ്റ പ്രകാശകിരണങ്ങളെ, ശാന്തിയുടെ തരംഗങ്ങളെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കൂ. ഞാൻ ആത്മാവിപ്പോൾ എൻ്റെ അനാദി സ്വരൂപത്തിലാണ്. നിരാകാരി സ്വരൂപത്തിലാണ്. ബാബയിൽ നിന്ന് വരുന്ന ഗുണങ്ങളും ശക്തികളുടെയും കിരണങ്ങൾ ആത്മപ്രകാശമായ എൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിച്ചെല്ലുന്നു. ഓരോ ഗുണങ്ങളെയും ഞാൻ അനുഭവം ചെയ്യുകയാണ്. ബാബ പവിത്രതയുടെ സാഗരമാണ്. ബാബയുടെ പവിത്ര കിരണങ്ങളെ സ്വീകരിക്കുന്ന ഞാൻ ആത്മാവ് ബാബയ്ക്ക് സമാനം മാസ്റ്റർ പവിത്രതാ സാഗരമായിരിക്കുന്നു. എന്നിൽ നിന്ന് പവിത്രതയുടെ പ്രകാശകിരണങ്ങൾ വൈബ്രേറ്റ് ചെയ്യുകയാണ്. എൻ്റെ മനോബുദ്ധി സംസ്കാരങ്ങളിൽ പവിത്രതയുടെ ശക്തി നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ ആത്മാ പവിത്രതയുടെ സ്വരൂപമാണ്. ശിവബാബ സ്നേഹത്തിൻ്റെ സാഗരം ആത്മാവാകുന്ന എന്നിലേക്ക് സ്നേഹത്തിൻ്റെ പ്രകാശകിരണങ്ങൾ നിറയ്ക്കുന്നു. സ്നേഹത്തിൻ്റെ കിരണങ്ങളെ സ്വയം തൻ്റെ ഉള്ളിൽ നിറയുന്നതായി അനുഭവം ചെയ്തുകൊണ്ടിരിക്കൂ. ഞാൻ ആത്മാവാകുന്ന പ്രകാശം സ്നേഹത്തിൻ്റെ എനർജി കൊണ്ട് നിറഞ്ഞ്
ആ കിരണങ്ങളെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബാബയ്ക്ക് സമാനം മാസ്റ്റർ സ്നേഹസാഗരമാണ്. ശാന്തി സാഗരമായ ബാബയിൽ നിന്ന് ശാന്തിയുടെ കിരണങ്ങൾ ഞാൻ സ്വീകരിക്കുകയാണ്. ശാന്തിയുടെ പ്രകാശ കിരണങ്ങൾ ആത്മാവാകുന്ന എന്നിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ശക്തിയാൽ നിറഞ്ഞ എന്നിൽ നിന്ന് ശാന്തിയുടെ തരംഗങ്ങൾ വൈബ്രേറ്റ് ചെയ്യുകയാണ്. ഞാൻ ബാബയ്ക്ക് സമാനം മാസ്റ്റർ ശാന്തി സാഗരമായിരിക്കുന്നു. ജ്ഞാനസാഗരമാണ് ശിവബാബ. ബാബയുടെ തൊട്ട് സമീപത്തിരിക്കുന്ന ഞാൻ ആത്മാവ് ഇപ്പോൾ ബാബയ്ക്ക് സമാനം മാസ്റ്റർ ജ്ഞാനസാഗരമായിരിക്കുന്നു. ആത്മാവാകുന്ന എന്നിൽ ജ്ഞാനത്തിൻ്റെ ശക്തി നിറഞ്ഞിരിക്കുകയാണ്. സുഖസാഗരമായ ബാബയിൽ നിന്ന് സുഖത്തിൻ്റെ കിരണങ്ങൾ നിറയുന്ന ഞാൻ ആത്മാവ് മാസ്റ്റർ സുഖസാഗരമാകുന്നു. സുഖത്തിൻ്റെ കിരണങ്ങൾ എന്നിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ സുഖസ്വരൂപാത്മാവാണ്. സർവശക്തിവാനായ ശിവബാബയുടെ സമീപത്തിരിക്കുന്ന ഞാൻ സർവശക്തികളും എന്നിൽ നിറയുന്ന അനുഭവം ചെയ്യുകയാണ്. ഞാൻ ബാബയ്ക്ക് സമാനം മാസ്റ്റർ സർവശക്തിവാനാണ്. എന്നിൽ നിന്ന് ശക്തിയുടെ തരംഗങ്ങൾ വൈബ്രേറ്റ് ചെയ്യുകയാണ്. ഞാൻ ശക്തി സ്വരൂപാത്മാവാണ്. ആനന്ദസാഗരമായ ശിവബാബ തൻ്റെ പരമാനന്ദത്തിൻ്റെ കിരണങ്ങൾ ആത്മാവാകുന്ന എന്നിലേക്ക് ചൊരിയുന്നു. ആനന്ദത്തിൻ്റെ പ്രകാശകിരണങ്ങൾ ഞാനാകുന്ന പ്രകാശത്തിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആനന്ദത്തിൻ്റെ ശക്തി നിറഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. നാലു ഭാഗത്തേക്കും വൈബ്രേറ്റ് ചെയ്യുകയാണ്. ഞാൻ മാസ്റ്റർ ആനന്ദസാഗരമാണ്.
പരംധാമത്തിൽ ബാബയുടെ സമീപത്ത് ബാബയ്ക്ക് സമാനമായി സർവഗുണങ്ങളാലും ശക്തികളാലും നിറഞ്ഞ് ഞാൻ ആത്മാവ് പ്രകാശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിരാകാരി ആത്മാവാണ് ഞാൻ. ബീജസ്വരൂപമാണ് ഞാൻ. അനാദി ആത്മാവാകുന്നു ഞാൻ. സർവഗുണങ്ങളുടെയും സർവശക്തികളുടെയും സ്വരൂപമാണ് ഞാൻ. പവിത്രതയുടെ സ്വരൂപമാണ് ഞാൻ. പരമമായ ശാന്തിയുടെ അനുഭവത്തിലാണ് ഞാൻ. शिव की याद बिना चलते रहना किस काम का है। मेरे प्राणों प्रभु के प्यार बिना तन में रहना बस नाम का है। ऐसा सो शिव की याद बिना प्यासी धरती की प्यास बुझे, बादल बरसे बरसात बनी। मुख से सुख का अमृत बरसे, जब मन हर्षे तब बात बनी। गुणगान किया ना भगवन का, गुणगान किया ना भगवन का, गाते रहना किस काम का है। ऐसा सो शिव की याद बिना दुनिया में
लाखों आते हैं, आते और जाते रहते हैं। पर अमर है जो उपकार करें और दिल से सेवा करते हैं। मेरे मन ईश्वर के जान बिना, मेरे मन ईश्वर के जान बिना फिरते रहना किस काम का है। सांसों शिव की याद बिना चलते रहना किस काम का है। मेरे प्राणों प्रभु के प्यार बिना तन में रहना बस नाम का है। सांसों शिव की याद बिना। ഇപ്പോൾ പരംധാമത്തിൽ ആത്മാക്കളുടെ നിരാകാരി വൃക്ഷത്തെ ഞാൻ കാണുന്നു. സ്വർണ്ണച്ചുവപ്പ് പ്രകാശം നിറഞ്ഞ ലോകത്തിൽ കോടാനുകോടി വെളുത്ത സൂക്ഷ്മ നക്ഷത്രങ്ങളുടെ നിരാകാരി വൃക്ഷം. വൃക്ഷത്തിൻ്റെ വേരിലായി ശിവബാബയും ബ്രഹ്മബാബയും മമ്മയും അതിനോടൊപ്പം തന്നെ ഞാൻ ആത്മാവും ഇരിക്കുകയാണ്. തല കീഴായ ഈ നിരാകാരി വൃക്ഷത്തിൽ വേരിന് തൊട്ടു താഴെയായി ദേവതാധർമ്മത്തിലുള്ള ആത്മാക്കളിരിക്കുകയാണ്. അതിനു താഴെയായി ശാഖകളായി മറ്റനേകം ധർമ്മത്തിലെ ആത്മാക്കൾ പ്രകാശബിന്ദുക്കളായി സ്ഥിതി ചെയ്യുന്നു. ഞാൻ ആത്മാവ് എൻ്റെ ശക്തിശാലി സ്വരൂപത്തിലാണ്. ഒറിജിനൽ സ്വരൂപത്തിലാണ്. സമ്പൂർണ്ണ സ്വരൂപത്തിലാണ്. ഇപ്പോൾ ആത്മാവാകുന്ന എന്നിൽ നിന്ന് പവിത്രതയുടെ വെളുത്ത പ്രകാശകിരണങ്ങൾ നിരാകാരി വൃക്ഷത്തിലേക്ക് ഒഴുകാൻ ആരംഭിക്കുന്നു. ഒപ്പം തന്നെ ശിവബാബയിൽ നിന്നും ബ്രഹ്മബാബയിൽ നിന്നും മമ്മയിൽ നിന്നും പവിത്രതയുടെ ശക്തിശാലി പ്രകാശകിരണങ്ങൾ നിരാകാരി വൃക്ഷത്തിലുള്ള സർവാത്മാക്കളിലേക്കും ഒഴുകുകയാണ്. ഞാൻ കാണുകയാണ് ഈ പ്രകാശകിരണങ്ങൾ ഓരോ ആത്മാവിനെയും സ്പർശിക്കുന്നതായി. സ്പർശിച്ച്
ആ ആത്മാവിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായി. കോടാനുകോടി ആത്മാക്കൾ ശിവബാബയുടെ പ്രിയ സന്താനങ്ങൾ, എൻ്റെ ആത്മസഹോദരങ്ങൾ, ആ പ്രകാശബിന്ദുക്കളിലേക്ക് പവിത്രതയുടെ ശക്തി, എനർജി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആത്മാവും കൂടുതൽ പ്രകാശിക്കുന്നതായി ഞാൻ കാണുന്നു. പവിത്രതയുടെ ശക്തി നിരാകാരി വൃക്ഷത്തിലുള്ള സർവാത്മാക്കളിലും നിറയുകയാണ്. സർവാത്മാക്കളും സമ്പൂർണ്ണ പവിത്രമായി മാറുന്നു. വജ്രം പോലെ പ്രകാശിക്കുകയാണ്. ഇപ്പോൾ ശാന്തിയുടെ കിരണങ്ങൾ നിരാകാരി വൃക്ഷത്തിലുള്ള സർവാത്മാക്കൾക്കും ദാനം ചെയ്യുകയാണ്. അനുഭവം ചെയ്യൂ. ശാന്തിയുടെ ശക്തി ആത്മാവാകുന്ന എന്നിൽ നിന്നും, ശിവബാബയിൽ നിന്നും, ബ്രഹ്മബാബയിൽ നിന്നും, മമ്മയിൽ നിന്നും പ്രകാശകിരണങ്ങളായി സർവാത്മാക്കളിലേക്കും എത്തിച്ചേരുന്നതായി. ശാന്തിയുടെ ഈ പ്രകാശ തരംഗങ്ങൾ ഓരോ ആത്മാവിനെയും സ്പർശിച്ച് അവരിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. ശാന്തിയുടെ ശക്തി മുഴുവൻ ആത്മാക്കളിലും നിറയുകയാണ്. സർവാത്മാക്കളും ശാന്തസ്വരൂപരാകുന്നു. ബാബയ്ക്ക് സമാനം മാസ്റ്റർ ശാന്തി സാഗരമാകുന്നു. ഇപ്പോൾ മാസ്റ്റർ സർവശക്തിവാനായ എന്നിൽ നിന്ന് ശക്തിയുടെ തരംഗങ്ങൾ നിരാകാരി വൃക്ഷത്തിലെ എല്ലാ ആത്മാക്കളിലേക്കും നിറയുകയാണ്. ശക്തിയുടെ കിരണങ്ങൾ എന്നിൽ നിന്ന് പ്രവഹിക്കുന്നതോടൊപ്പം മമ്മ ബാബയിൽ നിന്നും ശിവബാബയിൽ നിന്നും പ്രകാശകിരണങ്ങൾ നിരാകാരി വൃക്ഷത്തിലേക്ക് ഒഴുകുകയാണ്. കാണൂ, ഓരോ ആത്മാവിനടുത്തേക്കും ശക്തിയുടെ ഈ കിരണങ്ങൾ ചെല്ലുന്നു, അവരെ സ്പർശിക്കുന്നു, അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ശക്തിയുടെ അനുഭൂതി സർവാത്മാക്കളും ചെയ്യുകയാണ്. എല്ലാ ആത്മാക്കളും ശക്തിശാലികളായി മാറുന്നു. ശക്തിയുടെ കിരണങ്ങൾ അവരിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആത്മാക്കളും ബാബയ്ക്ക് സമാനം
മാസ്റ്റർ സർവശക്തിവാനായിരിക്കുന്നു. ഇപ്പോൾ ആത്മാവാകുന്ന എന്നിൽ നിന്നും, മമ്മ ബാബയിൽ നിന്നും, ശിവബാബയിൽ നിന്നും സ്നേഹത്തിൻ്റെ കിരണങ്ങൾ പ്രകമ്പനങ്ങളായി നിരാകാരി വൃക്ഷത്തിലെ സർവാത്മാക്കളിലേക്കും എത്തിച്ചേരുകയാണ്. സർവാത്മാക്കളും സ്നേഹത്തിൻ്റെ ഈ ശക്തിയെ, പ്രകാശത്തെ സ്വീകരിക്കുകയാണ്. ആത്മാവിനുള്ളിലേക്ക് സ്നേഹത്തിൻ്റെ പ്രകാശകിരണങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നു. സ്നേഹത്തിൻ്റെ യഥാർത്ഥമായ അനുഭവം ഓരോ ആത്മാവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരിൽ നിന്നും സ്നേഹത്തിൻ്റെ കിരണങ്ങൾ വൈബ്രേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. ഓരോ ആത്മാവും സ്നേഹത്തിൻ്റെ സ്വരൂപമായി മാറിയിരിക്കുകയാണ്. ബാബയ്ക്ക് സമാനം മാസ്റ്റർ സ്നേഹസാഗരമായിരിക്കുന്നു. ഇപ്പോൾ സന്തോഷത്തിൻ്റെ, സുഖത്തിൻ്റെ കിരണങ്ങൾ അനാദി ആത്മാവായ എന്നിൽ നിന്ന് നിരാകാരി വൃക്ഷത്തിലുള്ള മറ്റെല്ലാ നിരാകാരാത്മാക്കളിലേക്കും പ്രവഹിക്കുന്നു. ഓരോ ആത്മാവും ഈ സുഖത്തിൻ്റെ കിരണങ്ങളെ അനുഭവം ചെയ്യുകയാണ്. ഓരോ പ്രകാശബിന്ദു ആത്മാവും ഈ സന്തോഷത്തിൻ്റെ പ്രകാശം, ശക്തിയെ സ്വീകരിച്ച് സന്തുഷ്ട ആത്മാവായി, സംതൃപ്ത ആത്മാവായി മാറുകയാണ്. ഞാൻ സർവാത്മാക്കളെയും അവരുടെ സംതൃപ്ത സ്വരൂപത്തിൽ, സുഖസ്വരൂപത്തിൽ കാണുന്നു. സർവാത്മാക്കളും സുഖസ്വരൂപത്തിലാണ്. ബാബ് സമാൻ മാസ്റ്റർ സുഖസാഗരമാണ്. ഇപ്പോൾ പരമാനന്ദത്തിൻ്റെ കിരണങ്ങൾ ആത്മാവാകുന്ന എന്നിൽ നിന്ന്, നിരാകാര ആത്മാവിൽ നിന്ന്, നിരാകാരി വൃക്ഷത്തിലുള്ള മറ്റെല്ലാ പ്രകാശബിന്ദു ആത്മാക്കളിലേക്കും പ്രവഹിക്കുകയാണ്. ആനന്ദത്തിൻ്റെ ശക്തമായ തരംഗങ്ങൾ ഓരോ ജ്യോതിർബിന്ദു ആത്മാവിലേക്കും കടന്നു ചെല്ലുന്നു. നിരാകാരി വൃക്ഷത്തിലെ സർവാത്മാക്കളും ഇപ്പോൾ ആനന്ദത്തിൻ്റെ അനുഭൂതിയിലാണ്. എല്ലാവരിൽ നിന്നും
ആനന്ദത്തിൻ്റെ തരംഗങ്ങൾ വൈബ്രേറ്റ് ചെയ്യുകയാണ്. ആനന്ദ സ്വരൂപാത്മാക്കളാണ്. ബാബ് സമാൻ മാസ്റ്റർ ആനന്ദസാഗരമാണ്. ഏതുപോലെ ശിവബാബ പരം ജ്യോതി അതിശക്തമായി പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു, അതുപോലെ ഞാൻ ആത്മാവും ഈ സൃഷ്ടിയിലെ മറ്റെല്ലാ ആത്മാക്കളും ഇപ്പോൾ നിരാകാരി വൃക്ഷത്തിൽ വളരെ മനോഹരമായി, വളരെ ശക്തമായി പ്രകാശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാ ആത്മാക്കളും അവരുടെ സമ്പൂർണ്ണ പവിത്രമായ അവസ്ഥയിൽ, സദോ പ്രധാന അവസ്ഥയിൽ ശാന്തസ്വരൂപരായി ശാന്തിധാമമാകുന്ന വീട്ടിൽ ബാബയോടൊപ്പം വളരെ നിശ്ചിന്തമായി സ്ഥിതി ചെയ്യുകയാണ്. ഞാൻ ബാബയുടെ വളരെ സമീപത്തിരിക്കുന്ന ആത്മാവ്. ഞാനും ഇപ്പോൾ വളരെ നിശ്ചിന്തമാണ്. എൻ്റെ അനാദി സ്വരൂപത്തിൽ എനിക്ക് സൃഷ്ടി നാടകത്തെക്കുറിച്ച് ഒരു സങ്കല്പം പോലുമില്ല. പരമമായ ശാന്തിയുടെ അനുഭവത്തിൽ തീർത്തും നിശ്ചിന്തമായ അവസ്ഥയിൽ ഞാൻ ബാബയോടൊപ്പം പരംധാം നിവാസിയായി എൻ്റെ നിരാകാര സ്വരൂപത്തിലിരിക്കുകയാണ്. അനാദി സ്വരൂപത്തിലിരിക്കുകയാണ്. മറ്റെല്ലാം മറന്ന് ഈ സൃഷ്ടിയാകുന്ന ഡ്രാമ, അതിലേക്ക് ഞാൻ വന്നിട്ടു പോലുമില്ല. അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഒരു സ്മൃതി പോലും എൻ്റെ ഉള്ളിലില്ല. ഈ ഒരവസ്ഥയിൽ അല്പസമയം ഞാൻ സ്ഥിതി ചെയ്യുകയാണ്. आत्म परिवर्तन करेगा
मन में ध्यान इतना दीजिए, हम कौन आए क्यों यहाँ, हम कौन आए क्यों यहाँ, करे आत्म अन्वेषण। अनुशासन आत्मचिंतन से ही होगा आत्म परिवर्तन। आत्म परिवर्तन करेगा, आत्म परिवर्तन करेगा, विश्व परिवर्तन आत्मचिंतन से ही होगा। ഇപ്പോൾ എൻ്റെ അനാദി സ്വരൂപത്തിൽ നിന്ന് ശാന്തിധാമത്തിൽ നിന്ന് സാകാര ലോകത്തിലുള്ള 5 തത്വങ്ങളുടെ ശരീരത്തിലേക്ക് തിരിച്ചു പുറപ്പെടുകയാണ്. താഴെ സാകാര ലോകത്തിലേക്ക് ഞാൻ വരുന്നു. ഞാൻ ദിവ്യ പ്രകാശ ബിന്ദു, ശക്തിശാലി ആത്മാ. ഇപ്പോൾ 5 തത്വങ്ങളുടെ വിനാശി ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ ഭൃകുടിയാകുന്ന അകാല സിംഹാസനത്തിൽ ഞാൻ വീണ്ടും വിരാജമാനായിരിക്കുന്നു. ശരീരത്തിൻ്റെ അധികാരിയായി സർവകർമ്മേന്ദ്രിയങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട്
ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന രഥിയായി, രാജാവായി ഞാനിവിടെ പ്രകുടിയാകുന്ന അകാല സിംഹാസനത്തിൽ വിരാജമാനാണ്. എൻ്റെ വീടിൻ്റെ സ്മൃതി, ശാന്തിധാമത്തിൻ്റെ സ്മൃതി, എൻ്റെ അനാദി സ്വരൂപത്തിൻ്റെ സ്മൃതി, ഈ സ്മൃതിയിലൂടെ ഞാൻ എൻ്റെ ഓരോ കർമ്മങ്ങളിലും ഓരോ ശബ്ദങ്ങളിലും ഗുണങ്ങളുടെ, ശക്തികളുടെ വിശേഷത തീർച്ചയായും ഞാൻ കൊണ്ടുവന്നിരിക്കും. ഓം ശാന്തി. चली उस पार रे, नाव चली उस पार, नाव चली उस पार रे, नाव चली उस पार। शिर की याद की नाव में बैठो, शिर की याद की नाव में बैठो, चलती जाए ज्ञान के बल से, योग के बल से, ज्ञान के बल से, सबका करे उद्धार रे। चली उस पार रे, नाव चली उस पार, नाव चली उस पार रे, नाव चली उस पार। माझी सबसे न्यारा, वो दिखाए स्वर्ग प्यारा। इसका माझी सबसे न्यारा, वो दिखाए स्वर्ग प्यारा। कोई पार करे एक दो को, कोई पार करे एक दो को, ये तो पार करे जग सारा रे। नाव चली उस पार रे, नाव चली उस पार, नाव चली उस पार रे, नाव चली उस पार। सागर में लहराए नैया आगे बढ़ती जाए, ज्ञान के सागर में लहराए नैया आगे बढ़ती जाए। वो भाग्यशाली चढ़ जाए जो, वो भाग्यशाली चढ़ जाए जो, सामने दिखता किनारा रे। नाव चली उस पार रे, नाव चली उस पार, नाव चली उस पार रे, नाव चली उस पार, नाव चली उस पार रे, नाव चली उस पार, नाव चली उस पार रे, नाव चली उस पार।
फिर कहाँ ये रात दिन आ रही है ये सदा, आ रही है ये सदा, मस्तियों में डूब जा, ये जिंदगी उसी की है जो किसी का हो गया, प्यार ही में खो गया, ये जिंदगी उसी की है। अरे शिव की याद रहेगी तब आँखों में समा